കറങ്ങാത്ത ഫാനുകൾക്കിടയിൽ വിയർത്തൊഴുകിയുള്ള കാത്തിരിപ്പ്. കോഴിക്കോട് KSRTC ടെർമിനലിലെ കാഴ്ചയാണിത്. നിർമ്മാണത്തിലെ പ്രശ്നങ്ങൾ കാരണം വായുസഞ്ചാരം പോലും കുറവാണ്. മേൽത്തട്ട് താഴ്ത്തിയുണ്ടാക്കിയ കാത്തിരിപ്പ് വരാന്ത, വാൾ ഫാനുകൾ കുറെയുണ്ട്, കറങ്ങുന്നവ ഇല്ല എന്ന് മാത്രം. യാത്രക്കാർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം ആദ്യം. നല്ല ചൂട് കൂടുതലാണ്. അതെ, ഫാനില്ല, ഫാന് കുറവാണ്. നമ്മുടെ ഓവർ ചൂടുണ്ട്, വേർത്ത് വിളിക്കുന്നുണ്ട്. ഫാനിൽ നല്ല ആ സൈഡിൽ മാത്രമേ ഉള്ളൂ, ഈ ഭാഗത്തേക്കൊന്നുമില്ല, ചുമരുന്ന സൈഡിൽ മാത്രമേ ഉള്ളൂ. നല്ല ചൂടല്ലേ, ഒന്നും കറങ്ങുന്നില്ല. ചൂട് തന്നെ. ഫാനും വർക്ക് ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു ചൂടുണ്ട്. പിന്നെ പൊതുവെ ചൂട് കൂടുതലാണല്ലോ. അപ്പോൾ ഇതൊരു സംവിധാനത്തിൽ ഇവിടെ അതിൻ്റെ ഒരു ചൂട് കുറയ്ക്കാനുള്ള സംവിധാനം ഇവിടെ ഇല്ല. ഇതൊരു പോരായ്മ പിന്നെ അടഞ്ഞ അവസ്ഥയാണ്. നിർമ്മാണത്തിലുള്ള പഴവുണ്ട്. കാരണം ഒരു വായുസഞ്ചാരത്തിനുള്ള ഒരു സിസ്റ്റം ക്രമീകരിച്ചിട്ടുള്ള ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം അത് എഞ്ചിനീയേഴ്സ് ശ്രദ്ധിക്കണ്ടേ ഡിസൈൻ ചെയ്യുമ്പോൾ. നല്ല അതായത് ഒരു പഴം എങ്ങനെ പഴുപ്പിക്കാൻ വെക്കും അതേപോലെ ഇപ്പോൾ അനുഭവമുള്ളത്. നല്ല ചൂടാണ്. ഗവൺമെൻറ് ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ സാധാരണ പൊതുജനങ്ങൾക്ക് ഓരോ ഏരിയയിൽ അവരെ എങ്ങനെയില്ലാന്ന് ഓരോന്ന് അനുഭവിക്കുന്നു എന്നുള്ളത് അത് നേരിട്ട് ഇറങ്ങി ചെന്നിട്ട് കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യുക. ഫാനും ഇല്ലല്ലോ, കറങ്ങുന്നില്ലല്ലോ. ഭയങ്കര ചൂടാണ്. എയർ സർക്കുലേഷനും ഇല്ല, ക്ലോസ്ഡ് ഇതായതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട് നല്ല രീതിയിലുണ്ട്. ഇല്ല, ഭയങ്കര എല്ലാം ക്ലോസ്ഡ് അല്ലേ, പിന്നെ ബസ്സിൻ്റെ ചൂടും ബുദ്ധിമുട്ടാണ്. ഇവിടെ കാറ്റ് കിട്ടാനുള്ള സംവിധാനം ഒന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഒരു ഫാൻ പോലെ എവിടെയും കാണുന്നില്ല. ഉള്ള ഫാൻ കറങ്ങുന്നുമില്ല. ഫാൻ ഉണ്ടോ അവിടെ? ഫാൻ കാണാനേ ഇല്ല. ഉരുകിക്കൊണ്ടിരിക്കുകയാണ്, പലയിടത്തും ഫാനൊന്നും ഇല്ല. അപ്പോൾ പാടാണ് അവസ്ഥ. എന്ത് പറയാനാണ്, ഇതിനൊന്നും പറയാനില്ല. പ്രതികരിക്കാതിരിക്കുക, അതായിരിക്കും നന്നാവുക. ഇത്രയേ ഉള്ളൂ. നിങ്ങളെന്നെ കണ്ടില്ലേ ഇവിടെ ഒരു ഫാനുണ്ട്, പുറകിലൊക്കെ ഓരോന്നുണ്ട്, ഒരു പേരിന് വർക്കാവുന്നില്ല. സീലിംഗ് താഴ്ന്നതിനാലും മതിയായ വെന്റിലേറ്ററുകൾ ഇല്ലാത്തതിനാലും നല്ല ചൂടാണ് ഈ ബസ് സ്റ്റാൻഡിൽ. ഫാൻ കറങ്ങാത്തതിനാൽ ബസ്സുകളിൽ നിന്നും വരുന്ന പുക കെട്ടിക്കിടക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ദിവസം 3500ഓളം ബസ്സുകൾ കയറി ഇറങ്ങുന്ന 1.5 ലക്ഷത്തോളം യാത്രക്കാരെത്തുന്ന സ്ഥലത്തെ സ്ഥിതിയാണ് നമ്മളിപ്പോൾ കണ്ടത്. അതാണ് ഈ യാത്രക്കാരുടെ അനുഭവമാണ് അവർ പങ്കുവച്ചതും. സിനോജ് തോമസ് ഉണ്ട് അവിടെ നിന്നും. സിനോജ്, സന്ധ്യയായിട്ടൊന്നുമില്ല, പക്ഷേ ഏതാണ്ട് ഒരു ഇരുണ്ട അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. തല സീലിംഗിൽ മുട്ടുന്നുണ്ടോ? എന്താണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ? നമുക്കറിയാം കുറേ അധികം യാത്രക്കാർ, ഏതാണ്ട് 1.5 ലക്ഷത്തോളം യാത്രക്കാർ കോഴിക്കോട്ടെ പ്രധാന ബസ് സ്റ്റാൻഡിൽ എത്തുന്നുണ്ട്. അവിടുത്തെ ഒരു അവസ്ഥയാണിത്. വിനീത, സൂര്യൻ അസ്തമിച്ചിട്ടില്ല. സൂര്യൻ എൻ്റെ പടിഞ്ഞാറ് വശത്ത് തലയ്ക്ക് മുകളിലായിട്ട് ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഈ കോഴിക്കോട്ടെ KSRTC സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഈ സമയം 4:45 സമയമായിക്കോട്ടെ, പുലർച്ചെ 4:45 ആയിക്കോട്ടെ, ഉച്ചയ്ക്ക് 1 മണിയായാലും പുലർച്ചെ 1 മണിയായാലും ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയും. ഈ വെളിച്ചം മാത്രമേ ഇവിടെയുള്ളൂ. നമ്മൾ ക്യാമറയുടെ ലൈറ്റ് പോലും ഉപയോഗിച്ചിട്ടില്ല. ഈ അവസ്ഥ 24 മണിക്കൂറും ഈ മുകളിൽ കാണുന്ന ലൈറ്റൊക്കെ തന്നെ ഓൺ ആയിരിക്കും. എങ്കിൽ മാത്രമേ ആളുകൾക്ക് ഇതിലെ നടന്നു പോകാൻ വേണ്ടി കഴിയുകയുള്ളൂ. മറ്റൊരു കാര്യം കാണിച്ചാൽ എൻ്റെ ഇടതുവശത്ത് ഒരു ബസ് കിടക്കുന്നു. വടകരയ്ക്ക് പോകുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ്. ബസ്സിൻ്റെ ബോർഡ് കാണണമെങ്കിൽ ലൈറ്റ് ഇടണം. അതായത് സാധാരണ രാത്രിയിലാണ് നമ്മൾ ലൈറ്റ് ഇടുന്നത് കാണാറുള്ളത്. ഇവിടെയുള്ള എല്ലാ ബസ്സുകളും യാത്രക്കാർക്ക് എവിടേക്കുള്ള ബസ്സാണെന്ന് അറിയണമെങ്കിൽ ആ ബോർഡിൽ ലൈറ്റ് ഇട്ടാൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഇത് നട്ടുച്ചയ്ക്ക് 1 മണിക്ക് പോലും ഇങ്ങനെ ലൈറ്റ് ഇട്ട് വെക്കേണ്ട ഒരു അവസ്ഥയാണ്. അങ്ങനെ ഇരുട്ട് മൂടിക്കിടക്കുന്ന ഒരു KSRTC ബസ് സ്റ്റാൻഡ്. ഇതിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ വലിയ പരാതികളും ആക്ഷേപങ്ങളും ഉയർന്നതാണ്. കാരണം വലിയ തൂണുകൾ, ആ തൂണുകൾക്കിടയിലൂടെ ബസ് കയറ്റാൻ തന്നെ ഡ്രൈവർമാർ കുറച്ച് അഭ്യാസം പഠിക്കേണ്ടതുണ്ട്. തൂണുകൾ കണ്ടാലറിയാം, ബസ്സുകൾ തട്ടിമുട്ടി തൂണുകളൊക്കെ തന്നെ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിനിടയിലാണ് ഈ ചൂട് കാലത്ത് ആളുകൾ ദുരിതത്തിലായിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ തൂണുകളിൽ ഫാനുകൾ കാണാം. പക്ഷേ എല്ലാ തൂണുകളിലും ഫാനുകൾ വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ഫാനുകൾ ഒന്നും തന്നെ കറങ്ങുന്നില്ല. അതാണ് നേരത്തെ യാത്രക്കാർ നമ്മളോട് പറഞ്ഞത്. ചൂടുകാലത്ത് ആളുകൾ മടുത്ത് വയനാട്ടിലേക്കും പാലക്കാടേക്കൊക്കെ പോകാൻ വേണ്ടി നിരവധി ആളുകൾ ഇവിടെ വന്ന് ബസ് കാത്തു നിൽക്കും. ആ സമയത്ത് അല്പം കാറ്റ് കിട്ടണമെങ്കിൽ കാറ്റ് കിട്ടത്തില്ല. കാരണം ഫാനുകളൊന്നും തന്നെ കറങ്ങുന്നില്ല. ഇവിടെയുള്ള ആളുകൾ, ചുമട്ട തൊഴിലാളികൾ പറയുന്നത്, യാത്രക്കാർ തന്നെ അത് കുത്തി നശിപ്പിച്ചെന്നാണ് ഇവിടെയുള്ള ചുമട്ട തൊഴിലാളികൾ പറയുന്നത്. എങ്കിൽ കൂടി ഒരു ഫാനും കറങ്ങാത്തൊരവസ്ഥ. വലിയ ചൂടാണ്. വെട്ടവുമില്ല, വെളിച്ചവുമില്ല, കാറ്റ് കയറത്തുമില്ല. വേനൽക്കാലത്ത് നല്ല ചൂടും. ആളുകൾ വേർത്ത് കുളിച്ചിരിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്.
ഒപ്പം തന്നെ ഈ ബസ്സുകൾ നേരത്തെ വിനീത പറഞ്ഞതുപോലെ തന്നെ ബസ്സുകൾ കിലോമീറ്ററുകൾ ഓടി വരുന്ന ബസ്സുകളാണ്. എഞ്ചിൻ്റെ ചൂട്, അതോടൊപ്പം തന്നെ കറുത്ത പുകയുള്ള ബസ്സുകൾ, കരിപ്പുക നിറഞ്ഞു നിൽക്കുന്ന ഒരു കെട്ടിടം. ഇതിൻ്റെ അകത്തു നിന്ന് പുക പുറത്തേക്ക് പോകാൻ കഴിയാത്ത വിധത്തിൽ കെട്ടി നിൽക്കുന്നു. ഈ ചൂടെല്ലാം ചേർന്ന് വലിയ ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്കുണ്ടാക്കുന്നത്. ഈ പകലുള്ളതിനേക്കാൾ ചൂട് രാത്രിയിലുണ്ടാകും. കാരണം കോഴിക്കോട് നഗരത്തിലെ മാവ് റോഡിലെത്തിക്കഴിഞ്ഞാൽ ഒരു 2 ടവർ കെട്ടിടം കാണാൻ വേണ്ടി കഴിയും. അതാണ് ഈ KSRTC ടെർമിനൽ എന്ന് പറയുന്നത്. പുറമേ നിന്ന് നോക്കിയാൽ മനോഹരമായ ഉയർന്നു നിൽക്കുന്ന നീല കളറൊക്കെയുള്ള ഗ്ലാസ്സൊക്കെ ഇട്ട വലിയ മനോഹരമായ കെട്ടിടം. പക്ഷേ അകത്ത് കയറിയാൽ ഇതാണ് അവസ്ഥ. ഇതിനകത്ത് ആകെ പ്രവർത്തിക്കുന്ന 1-2 ചായക്കട മാത്രമാണ്. ബാക്കിയെല്ലാം തന്നെ ഉപയോഗിക്കാതെ കിടക്കുകയാണ്. കാരണം 3-4 വർഷം മുൻപ് തന്നെ കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന് റിപ്പോർട്ട് വന്നിരുന്നു. അതിനുശേഷം ബലക്ഷയ പരിശോധനയൊക്കെ തന്നെ നടത്തി ഇതിൻ്റെ ബലക്ഷയം പരിഹരിക്കണമെന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ വന്നതാണ്. തൂണുകൾക്ക് ബലക്ഷയമുണ്ടെന്നൊക്കെ തന്നെ വന്ന വാർത്ത വലിയ വിവാദമായിരുന്നു. പക്ഷേ ആ ബലക്ഷയം പരിഹരിക്കാനുള്ള നടപടി ഒന്നും തന്നെ തുടങ്ങിയിട്ടില്ല. ബസ്സുകൾ വന്നു പോകുന്നു, പല ജില്ലകളിൽ നിന്ന് യാത്രക്കാർ ഇവിടെ വന്നു പോകുന്നു. ഇപ്പം കാണാം ജീവനക്കാരൊക്കെ തന്നെ ഊതിക്കൊണ്ട്, അത് ഫാനില്ല, ഇവിടെ ഫാനില്ല അല്ലേ? ഫാനില്ല, ഭയങ്കര ചൂടാണ്. ഒന്ന് വിശ്രമിക്കാനൊരു സുഖമില്ല. ചൂടുകൊണ്ട് ഒന്നിനും സാധിക്കുന്നില്ല. വണ്ടിയത്തെ ചൂട് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ ഇവിടെ ഒന്ന് വിശ്രമിക്കാനൊരു ഫാനോ അതൊന്നുമില്ല. ഇവിടെ ശ്രമിക്കേണ്ട കാര്യം പറഞ്ഞപ്പോൾ സൂക്ഷിച്ചിരുന്നില്ലെങ്കിലേ ഇത് നോക്കിക്കേ, താഴോട്ട് യാത്രക്കാർ വീണു. ചില സ്ഥലത്ത് കസേര പോലും ഇല്ല, പൊട്ടിക്കിടക്കുന്ന അവസ്ഥയാണുള്ളത്. ആളുകൾ പേപ്പർ കൊണ്ട് വീശിയും ടൗൽ കൊണ്ട് തുടച്ചൊക്കെയാണ്. എങ്ങനെയുണ്ട് ചൂട്? ചൂടാണ്, നല്ല ചൂടാണ് ഇവിടെ. കയറിപ്പം തന്നെ ഭയങ്കര പ്രയാസം. വേറൊരു കാഴ്ച കാണാം. ഇവിടെ ആളുകൾ ഇരിക്കുന്ന സ്ഥലമാണ്. അത് ആ ചുമരിലേക്ക് നോക്കാം, അവിടെ ഒരു ഫാൻ ഇരിപ്പുണ്ട്. പക്ഷേ ഫാൻ ഒരു സ്മാരകമായിട്ട് ഇരിക്കുകയാണ്, അത് കറങ്ങുന്നൊന്നുമില്ല. അതിന് സ്വിച്ചൊക്കെ തന്നെയുണ്ട്, പക്ഷേ ആ ഫാൻ കറങ്ങുന്നതിന് ചോട്ടിൽ ഒരാൾ ഇരിപ്പുണ്ട്. ചേട്ടാ എങ്ങനെയുണ്ട് ചൂട്? അസാധ്യ ചൂടാണ്, അസാധ്യ ചൂടാണ്, സഹിക്കാൻ പറ്റുന്നില്ല. ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു കർച്ചിപ്പ് കണ്ടില്ല. നനഞ്ഞിരിക്കുന്നു. അത് പിഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം വരും അല്ലേ? തീർച്ചയായിട്ടും വരും. ഈ കർച്ചിഫ് എടുത്ത് പിഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം വരുന്ന രീതിയിലാണെന്നാണ് ചേട്ടൻ പറയുന്നത്. ഇതിനകത്തുള്ള സ്ഥിരം കാഴ്ചയാണ്. ഇത് രാത്രി ആയി കഴിഞ്ഞാൽ ചൂട് കൂടും. കാരണം പകൽ നേരം മുകളിൽ ഈ കോൺക്രീറ്റ് കെട്ടിടം ചൂട് നിറഞ്ഞു നിൽക്കും. രാത്രി ആകുമ്പോഴത്തേക്കും ചൂട് കൂടിക്കൂടി വരും. കാരണം ഇത് ഏറ്റവും അടിയിലുള്ള സ്ഥലത്താണ് ബസ് പാർക്ക് ചെയ്യുന്നത്. ചൂട് കൂടുതലായിട്ട് വരും. കാരണം ഞാൻ ഉൾപ്പെടെ രാത്രി കാലങ്ങളിൽ ഇവിടുത്തെ യാത്ര ചെയ്ത ഒരു യാത്രക്കാരനായിരുന്നു. വലിയ രീതിയിൽ ചൂട് രാത്രി കാലങ്ങളിലുണ്ട്. ആളുകൾ ഒന്ന് വീശാൻ പോലും ഒരു കയ്യിൽ ടൗല് പോലും ഇല്ലാത്തൊരു കുടുങ്ങി പോകുന്ന സാഹചര്യമാണുള്ളത്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കോഴിക്കോടുള്ള ഒരു കാലത്താണ് ഈ പണിയൊക്കെ തുടങ്ങുന്നത്. അന്ന് വലിയ കൊട്ടി ഘോഷിച്ച് ഈ കോഴിക്കോടിന്റെ മുഖമായൊക്കെ മാറുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ KSRTC ബസ് ടെർമിനൽ നിർമ്മാണം തുടങ്ങുന്നത്. പക്ഷേ പിന്നീട് ഇത് അശാസ്ത്രീയമായ നിർമ്മാണം, ഇപ്പോൾ ഈ പാർക്ക് ചെയ്യുന്നതിന് പോലും ഈ തൂണുകൾ തടഞ്ഞുകൊണ്ട് വണ്ടികൾക്ക് അകത്ത് കയറ്റാൻ പറ്റാത്ത പരാതി, അതിന്റെ ബലക്ഷയം, അങ്ങനെ വലിയ രീതിയിൽ അത് ആർക്കും വേണ്ടാത്തൊരു കെട്ടിടം എന്ന നിലയിലേക്ക് മാറുന്നു. പക്ഷേ ഈ ജനങ്ങൾക്ക് വിശ്രമിക്കാൻ മറ്റു സ്ഥലമില്ല, ബസ് കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. നേരത്തെ ഒരു യാത്രക്കാരൻ പറഞ്ഞത് പഴം പുഴുങ്ങാൻ വെച്ച അവസ്ഥയാണെന്നാണ്. എന്താണ് ഇപ്പോൾ അധികൃതർ പറയുന്നത്? ഇതേക്കുറിച്ച് ചോദിച്ചില്ല. ഈ ഫാനുകളൊക്കെ കറങ്ങാത്തത് എന്തുകൊണ്ട്? ഇത്രയധികം ഫാനുകൾ കാണുന്നത് തന്നെ ആദ്യമാണ്. ഈ ഫാനുകൾ ഒന്നും തന്നെ കറങ്ങുന്നില്ല എന്നാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അല്ല, ഒരു ഫാൻ കറങ്ങുന്നുണ്ട്, ഞാൻ അത് കാണിച്ചായിരുന്നു. നമ്മൾ ഒന്നുമില്ലെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ഇവിടെ ഒരു ഫാൻ കറങ്ങുന്നുണ്ട്. വലിയ കാറ്റില്ലെങ്കിലും അതിൻ്റെ ചോട്ടിൽ ഒരു ഭാഗ്യവാൻ ഇരിപ്പുണ്ട്. ചേട്ടാ, ഒരു ഫാനും കറങ്ങുന്നില്ലെന്നാണ് വിചാരിച്ചത്, പക്ഷെ ഒരു ഫാൻ ഇവിടെ കറങ്ങുന്നുണ്ട്. അതല്ല, ഞാൻ കാലത്തൂടെ വരാറുണ്ട്. ഞാൻ ഇതേവരെ യാത്ര ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ കാലത്തൂടെ വന്നാൽ പോലും ഇവിടുത്തെ ഒരു പോലീസുകാരൻ ഇതെല്ലാം ഓഫാക്കി ഇടുന്നത് ഞാൻ കാണാറുണ്ട്. അതിന് സ്വിച്ചൊന്നും കാണുന്നില്ല, ഒന്നുമില്ല. പക്ഷേ ഫുള്ള് ഇവിടെ നല്ല ചൂടിൽ പഴയ യാത്രക്കാർ വന്ന് ഇരിക്കുമ്പോഴും ഇത് ഓഫാക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോകുന്നതായി എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് 2-3 പ്രാവശ്യം. ചേട്ടന് കൃത്യമായിട്ട് ഏതൊക്കെ ഫാൻ കറങ്ങുമെന്ന് അറിയാം ഇവിടെ? ഇതന്നെയേ കറങ്ങാനുള്ളൂ. ഞാൻ 2 മാസത്തിലേക്ക് കാണുന്നത് ഈ ഒരൊറ്റ കറങ്ങലുള്ളൂ. ഇവിടെ വന്നിരിക്കുന്നത് അതന്നെ. ഇതൊരു അല്ല, ഞാനിപ്പം ഒന്ന് പള്ളിയിൽ പോയി ജസ്റ്റ് ഒന്ന് വന്നിട്ട് കറങ്ങുന്നുള്ളൂ. അല്ലാതെ തന്നെ യാത്രക്കാർ ഒരുപാട് ഉണ്ട് ഇവിടെ. ഒരു വഴി രാവിലെ കാണുന്ന ഇത് തന്നെയുള്ളൂ. ഇത് രാവിലെ ഓഫാക്കിയിടും. ഇതും രാവിലെ ഓഫാക്കിയിടും. ഒരെണ്ണം പോലും ഇവിടെ കറങ്ങത്തില്ല. കാരണം അത് ഒരു ഉദ്യോഗസ്ഥൻ ഇതിലെ വരുന്നത് കാണാം. ഞാൻ നേരത്തെ ഒരാൾ പറഞ്ഞതേ, ഇവിടെ വരുന്ന രാത്രിയിൽ വരുന്ന യാത്രക്കാർ അതിന് സ്വിച്ചൊക്കെ കുത്തി പൊട്ടിക്കുവാണ്. മദ്യപിച്ച് വരുന്ന ആളുകളൊക്കെ പൊട്ടിച്ച് കളഞ്ഞു കുറേ സ്വിച്ചുകൾ പൊട്ടി. അല്ല, ഞാൻ ചോദിക്കട്ടെ, അതിനൊക്കെ ഇവിടെ ക്യാമറയില്ലേ? ആരാണെങ്കിലും കണ്ടുപിടിക്കാമല്ലോ. ഈ ഉദ്യോഗസ്ഥന്മാർക്ക് കണ്ടുപിടിക്കാമല്ലോ. ഇതൊക്കെ ഇവിടെ ഉദ്യോഗസ്ഥന്മാരില്ലാതൊന്നുമില്ലല്ലോ. അതൊക്കെ കെട്ടിടത്തെ കുറിച്ച് എന്താ പറയാനുള്ള? ഈ ഇരുട്ട് മൂടി കിടക്കുന്ന കെട്ടിടം രാത്രി 1 മണിക്ക് വന്നാലും ഉച്ചയ്ക്ക് 1 മണിക്ക് വന്നാലും ലൈറ്റ് കാണാം ഇവിടെ. അതൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഒരുവിധം സുരക്ഷിതത്വമുള്ള ഇത് തന്നെയാണ് ഇവിടെ. പക്ഷേ ഇവിടെ ഉദ്യോഗസ്ഥന്മാരൊന്നും വിചാരിച്ചാൽ ഇതൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ. കാരണം ഇവിടെ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇവിടെ എല്ലാവരും കയറി കിടക്കുന്നതും പിടിക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ കാലത്ത് ഇങ്ങനെ ഒരു ഇരിപ്പ് ബുദ്ധിമുട്ടാണോ? ചൂട് കാലത്ത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം അവർ വേർത്ത് കുളിച്ച് വന്നിട്ട് പിന്നെ ബസ്സിലേക്ക് കയറുമ്പോൾ ഒരൊറ്റ ഫാന് കറങ്ങുന്നത്. എല്ലാവരും ആദ്യം നോക്കുന്നതാണ് ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ സാധിക്കുന്നില്ല ആർക്കും. ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ ഉള്ളത് തന്നെ രാവിലെ കറക്റ്റ് 7 മണിയാകുമ്പോൾ ഇത് ഓഫാക്കുന്നുണ്ട് വന്നിട്ട്. കാരണം അവർ വന്ന് ഇപ്പോൾ പല വൈദ്യുതി അമൂല്യമാണ്, പാഴാക്കരുത് മന്ത്രി പറഞ്ഞുകൊണ്ടായിരിക്കും. അല്ല, അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. യാത്രക്കാർക്കുള്ളവർക്ക് അവർക്ക് സൗജന്യം ഇടാനുള്ള ഒരു സൗകര്യം ചെയ്ത് കൊടുക്കാം. അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. കാരണം സ്വിച്ചുകൾ കാണിച്ചു തരാം.
അതിൽ മാനേജ്മെൻറ്റിന് മാത്രം നമ്മൾ കുറ്റം പറയാം. കാരണം പല ഫാനുകളുടെയും സ്വിച്ചുകൾ കുത്തി പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ ഇവിടെയുള്ള ആളുകൾ ചുമട്ട് തൊഴിലാളികൾ കാണിച്ചു തന്നിരുന്നു. കാരണം മൊബൈൽ ഫോണൊക്കെ തന്നെ ചാർജ് ചെയ്യാനുള്ള പ്ലഗ് പോയിന്റുകളൊക്കെ തന്നെ ഇവിടെ നൽകിയത് അതൊക്കെ തന്നെ തകർത്ത് വെച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. പലതരത്തിലുള്ള യാത്രക്കാർ വന്നു പോകുന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ബസ് സ്റ്റാൻഡാണ്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ആളുകൾ വരും. ചിലപ്പോൾ അത് നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിനൊക്കെ തന്നെ പരിഹാരമായിട്ട് CCTVകളുണ്ട്, സുരക്ഷാ ജീവനക്കാരുണ്ട്. പക്ഷേ അതൊന്നും തന്നെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നാണ് ഇവിടുത്തെ സ്ഥിരമായി വരുന്ന ഒരു യാത്രക്കാരൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു അവസ്ഥ കാണിച്ചാൽ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്യാമറ ഇവിടേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഇത് പടുകൂറ്റൻ തൂണുകളാണ് ഇവിടെ ഉള്ളത്. പടുകൂറ്റൻ തൂണുകളാണ്. ഈ തൂണുകൾക്കിടയിലൂടെ ബസ്സുകൾ വേണം കയറി വരാൻ വേണ്ടി. ബസ്സുകൾ വരുന്ന സമയത്ത് ഈ തൂണുകളിലേക്ക് ക്യാമറ തിരിച്ചു കഴിഞ്ഞാൽ കാണാം ഈ ബസ്സുകൾ കയറി ഇടിച്ച് തകർന്നിരിക്കുന്ന തൂണുകൾ. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈവർമാർ കുറച്ച് അഭ്യാസം പഠിച്ചാൽ മാത്രമേ ബസ്സുകൾ ഇതിനകത്ത് കയറ്റാൻ കഴിയുള്ളൂ. 2 തൂണുകൾക്കിടയിലൂടെ സർക്കസ് കളിച്ചാണ് ഡ്രൈവർമാർ ഈ ബസ് അകത്ത് കയറ്റുന്നത്. അതുകൊണ്ടാണ് ഈ 2 തൂണുകളും ബസ് ഓരോ തവണ ഇടിച്ച് അങ്ങനെ ഇടിക്കുന്നത് തന്നെ ഈ കെട്ടിടത്തിന് ബലക്ഷയം സംഭവിക്കാൻ ഇടയാക്കും. ഇടതുവശത്തേക്ക് ക്യാമറ തിരിച്ചാൽ കാണാം ഒരു ബസ് കയറുന്നത് കാണാം. അത്ര കഷ്ടപ്പെട്ടാണ് ഡ്രൈവർമാർ പോലും ബസ് കയറ്റുന്നത്. അതിനിടയിലാണ് യാത്രക്കാർ കഷ്ടപ്പെടുന്നത്. ഈ ബസ് വരുന്ന സമയത്ത് ഇതിനിടയിൽ തൂണിനിടയിലൂടെ ആളുകൾ പോയി ഞെരുങ്ങുന്ന സംഭവങ്ങളൊക്കെ തന്നെ ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ട്. തിരക്കുള്ള സമയങ്ങളൊക്കെ തന്നെ രാത്രി കാലങ്ങളിൽ വയനാട്ടിലേക്കുള്ള ബസ്സൊക്കെ കുറവായിരിക്കും. അങ്ങനെ ഓരോ തവണ ബസ് വരുന്ന സമയത്ത് യാത്രക്കാർ ഓടിയാണ് ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ തന്നെ പോകാറുള്ളത്. വെളിച്ചക്കുറവുണ്ട്, കാറ്റ് കയറുന്നില്ല, ചൂടുണ്ട്, അശാസ്ത്രമായ നിർമ്മാണം, ഇതൊക്കെ തന്നെ വലിയ പ്രശ്നമായി കോഴിക്കോട് KSRTC ടെർമിനൽ നിൽക്കുകയാണ്. ഇതിൻ്റെ ബലക്ഷയം പരിഹരിക്കാനുള്ള ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. വിനീത, ശരിയാണ്. കോഴിക്കോട് നഗരത്തിലെ പ്രധാനപ്പെട്ട ബസ് ടെർമിനൽ KSRTCയുടെ പ്രധാനപ്പെട്ട കെട്ടിടത്തിന്റെ അവസ്ഥയാണ് ഇപ്പോൾ സിനോജ് വിവരിച്ചത്. ചുട്ടുപൊള്ളി ഇരിക്കുകയാണ് ഇവിടുത്തെ യാത്രക്കാരെല്ലാം. സിനോജ്, ഏതായാലും നമ്മൾ ഗതാഗത മന്ത്രിയുടെ മുൻപിലേക്ക് ഈ കാര്യം മുന്നോട്ട് വെക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ കടുത്ത വേനലിൽ ഏതാണ്ട് 50,000-ഓളം ആളുകൾ, അങ്ങനെ എത്ര ആളുകളാണ് അവിടെ വരുന്നതെന്ന് കണക്ക് പോലും കൃത്യമായില്ല. അത്രയധികം ആളുകൾ വരുന്ന ഒരു സ്ഥലത്തെ സ്ഥിതിയാണിത്. കാരണം പല രീതിയിലുള്ള അശാസ്ത്രീയമായ നിർമ്മാണമാണ് അവിടെ. എങ്കിൽ പോലും ഉള്ള ഫാനുകൾ പോലും കറങ്ങാത്ത അവസ്ഥയാണ്. ജനങ്ങൾ ഈ ചൂടത്ത് വലയുന്ന ഒരു കാഴ്ച തന്നെയാണ് ഏതായാലും സിനോജ് പങ്കുവെക്കുകയും ചെയ്തത്. ഗതാഗത മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ഇതിലൊരു നടപടി ഉണ്ടാക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്തത്.